മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹു എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളത് അല്ലേ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വതവഫനി മിസ്കീന വതഹ്ശുർനാ മഅൽ മസാകീൻ. എന്താണ് അതിൻ്റെ കൂടുതൽ? മിസ്കീൻ എന്നാൽ ആരാണ്? ഒരാളിൽ ആവശ്യക്കാരനായി മാറുമ്പോഴാണ്, ഒരാളുടെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് മിസ്കീനാവുന്നത്. ആ കണക്കിൽ ഏറ്റവും വലിയ മിസ്കീൻ അവൻ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഏത് കാര്യത്തിലും നമ്മൾ അള്ളാഹുവിൽ ആവശ്യക്കാരനായി മാറണം. ഇതാണ് യഥാർത്ഥ മിസ്കീൻ. ജനങ്ങൾ പലപ്പോഴും അവന്റെ കഴിവിലേക്കാണ് ആവശ്യക്കാരനാകുന്നത് അല്ലേ. അവന്റെ കഴിവിൽ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. എനിക്കത് പറ്റും, എനിക്ക് ഞാൻ അവിടെ അള്ളാഹുവിനെ കൊണ്ടുവരുന്നില്ല. അവനവന്റെ ബിസിനസ്സിനെ ആശ്രയിക്കും, അവന്റെ ജോലിയെ ആശ്രയിക്കും, അവന് സ്വന്തം ഡിഗ്രി ആശ്രയിക്കും, അവന് സ്വന്തം കഴിവിനെ ആശ്രയിക്കും. പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത്, അവന് ചിന്തയിൽ നിന്ന് മാറിപ്പോകുന്നത് അള്ളാഹുവിൽ ആവശ്യക്കാരനായിട്ട്. അള്ളാഹുവിൽ ഞാൻ ആവശ്യക്കാരന് ആണ് എന്നുള്ള ഒരു സംഭാവനയില്ല. നമ്മൾ എന്നും മിസ്കീനാണ്. അള്ളാഹു തന്നതിനനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ കംപ്ലീറ്റായി ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ആ ആശ്രയബോധം പൂർണ്ണമായി ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും എല്ലാത്തിലും ആ ഒരു ആവശ്യബോധം ഉണ്ടായിരിക്കുക എന്നതാണ് മിസ്കീൻ്റെ ഒരർത്ഥം. എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു ശുക്ർ ചെയ്യുന്ന പണക്കാരനേക്കാളും, ഒരു പണക്കാരൻ അവനെന്നും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നവനാണ്, അവനേക്കാളും എത്രയോ ഉന്നതിയിലാണ് ഒരു സബർ ചെയ്യുന്ന പാവപ്പെട്ടവൻ. ശുക്ർ ചെയ്യുന്ന പണക്കാരനേക്കാളും എത്രയോ വലിയ പദവിയാണ് സബർ ചെയ്യുന്ന പാവപ്പെട്ടവൻ. കാരണം ശുക്ർ ചെയ്യുന്ന പണക്കാരൻ അവന് അള്ളാഹുവിന്റെ നിയമത്ത് അനുഭവിച്ചുകൊണ്ടാണ് ശുക്ർ ചെയ്യുന്നത്. മറ്റാള് നിയമത്തില്ല, എന്നിട്ട് അവൻ അതിലില്ലാത്തതുകൊണ്ട് അവൻ ക്ഷമ പാലിക്കുക, അങ്ങേയറ്റം ക്ഷമ കാണിക്കുക. അത് എല്ലാ പാവപ്പെട്ടവർക്കും കിട്ടുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ അള്ളാഹുവിൽ ആവശ്യക്കാരനായി മാറിക്കഴിഞ്ഞാൽ രണ്ടവസ്ഥകൾ നമുക്കുണ്ടാവും. ശുക്രിന്റെ അവസ്ഥ ഉണ്ടാവും, ക്ഷമയുടെ അവസ്ഥ ഉണ്ടാവും. രണ്ടും നമുക്ക് നിഷ്പ്രയാസം കൊണ്ടു നടക്കാൻ സാധിക്കും. അവന്റെ ബോധമണ്ഡലം പൂർണ്ണമായി അള്ളാഹുവിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ. അള്ളാഹുവിന് തവക്കൽ ചെയ്യാതെ നമ്മൾ നാവോടെ ഉള്ളൂ. ഇപ്പോൾ റബ്ബിന് അള്ളാഹ് തവക്കൽ എന്നെല്ലാം പറയും ആൾക്കാർ. എങ്ങനെ ഇതൊക്കെ അള്ളാഹ് തവക്കൽ, എന്നാലും അവൻ ബേജാറിലാണ്. തവക്കൽ പറഞ്ഞാൽ പിന്നെ ഉള്ളിലൊരു ബേജാറുണ്ടാകാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അവൻ അള്ളാഹുവിന്റെ പരിപൂർണത, അള്ളാഹുവിന്റെ ഏറ്റെടുക്കലിൽ പരിപൂർണ്ണ വിശ്വാസം. ഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യമെല്ലാം ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ബശീറും ബിൽ ഇബാദ്, അവന്റെ അടിമകളിൽ മേൽ അവന്റെ കാഴ്ച എപ്പോഴും ഉണ്ട്, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കേണ്ട ആവശ്യം? അപ്പോൾ ആ ഒരു മനോഭാവം ഉള്ളവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ സദാസമയം ആവശ്യക്കാരനായി മാറാൻ കഴിയുള്ളൂ. എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അള്ളാഹുവിൽ ആവശ്യക്കാരനാണ്. എൻ്റെതായ ഒന്നുമില്ല. എനിക്ക് പണം ഉണ്ടെങ്കിൽ തന്നെ അത് റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കും, റബ്ബിന്റെ സമ്പാദിക്കും, റബ്ബിന്റെ ഇഷ്ടത്തിൽ ചെലവഴിക്കും. പണമില്ലെങ്കിലോ അള്ളാഹു എനിക്ക് വിധിച്ചതിൽ തൃപ്തിപ്പെടും. തൃപ്തിയാണ് ഏറ്റവും ആവശ്യം. അള്ളാഹു നൽകിയതിൽ തൃപ്തിയാണ് ഒരടിമയ്ക്ക് ഏറ്റവും വലിയ ആവശ്യം.